अपनी किस्मत से है मफर किसको, तीर पर उठ के भी निशाने लगे. अपनी किस्मत से है मफर किसको, तीर पर उठ के भी निशाने लगे. अपनी किस्मत से है मफर किसको, ആർക്കാണ് അവനവന്റെ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും? ആ ചോദ്യം ചോദിച്ചതിന് ശേഷം കവി പറയുന്നത് എന്താണെന്നറിയോ? തീർ പർ ഉഡ്കെ ഭി നിശാനെ ലഗേ. ഞാൻ ഈ അമ്പിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ഈ അമ്പിന്റെ ലക്ഷ്യമായി മാറുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആരാണ് ഈ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നത്? വിധിയിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ് ബാക്കി സിദ്ദീഖ് പറയുന്നത്. നിങ്ങൾ എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ വിധിയാണ് എന്ന യാഥാർത്ഥ്യത്തെയാണ് ബാക്കി സിദ്ദീഖ് ഇവിടെ വരച്ചു വെക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് തീർക്കുക. നേരത്തെ പറഞ്ഞ ഈരടിയും ഈ ഈരടിയും ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത ഈ ഇരിപ്പിടം, ആ ഇരിപ്പിടത്തിൽ നിന്ന് ഒരു ക്ഷണനേരത്തെ ചിന്ത കൊണ്ട് എഴുന്നേറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ആ വിധി മായ്ച്ചു കളയാമെന്ന് ധരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ആർക്കാണ് ആ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുക? നമ്മൾ ആ അമ്പിനൊപ്പം സഞ്ചരിക്കുന്ന സമയത്തും, വിധിയാകുന്ന അമ്പിനൊപ്പം സഞ്ചരിക്കുന്ന സമയത്തും ആ വിധിയുടെ ലക്ഷ്യം നമ്മളായി മാറുന്നുണ്ട്. നമ്മളറിയാതെ ആ വിധിയുടെ ലക്ഷ്യത്തെ സാധൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് സാഫല്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വിധി എന്ത് എന്ന് നമുക്കറിയില്ലല്ലോ. ആ കിസ്മത്തിനെ നമ്മൾ സഫലമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആ വിധിയിലേക്ക് നമ്മെ എത്തിക്കുകയാണ് എന്നതാണ് ആ യാഥാർത്ഥ്യത്തെയാണ് ബാക്കി സിദ്ദീഖ് ഈ വരികളിലൂടെ വരച്ചിട്ടുള്ളത്.